ഈ മ്യൂസിക്കിൽ വാവച്ചെന്തെങ്കിലും പാടി കൊടുക്കും ഇങ്ങനെ മ്യൂസിക് ടിങ് ടിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ അയാളൊക്കെ കയറ്റിക്കൊള്ളും. ഫ്യൂഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടമാണത് ഈ ഫ്യൂഡൽ. ഈവൻ ലൂസിഫർ വരെ ഒരു ഫ്യൂഡലാണ് എന്ന് പറഞ്ഞാൽ ആ തറവാടും അവരുടെ ഇതും സംഭവങ്ങളും വെച്ചിട്ട് വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അങ്ങനെ ഒരു ഫീലുണ്ട്. അല്ല അതൊരു മാറ്റം ഉണ്ടാവില്ല. എന്നാലേ ഒരു രണ്ട് തട്ടിൽ നിന്നാൽ മാത്രമേ എല്ലാവർക്കും ഫ്യൂഡൽ ആൾക്കാർ ഇഷ്ടമാണ്. നമുക്ക് ഇങ്ങനെയാണ് പടം ചെയ്യാൻ അറിയാവൂ, അത് നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ജോൺ വൂവിൻ്റെ ഒരു ഇഷ്ടക്കാരനാണ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കട്ടിങ് പാറ്റേൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ വില്ലനെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്താലല്ലേ ഹീറോയ്ക്ക് കയറാൻ പറ്റും. നമ്മുടെ മിക്ക പടങ്ങളിലും വില്ലന്മാർ സ്ട്രോങ് ആയിരിക്കും. പിന്നെ സാക്ഷം വന്ന് ഈ പില്ലറാണ്. പില്ലറിന്റെ അവിടുത്തെ ക്യാമറ ട്രാക്ക് വഴി ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. ഈ പില്ലർ കവറിംഗ് അല്ലേ, പക്ഷെ പുള്ളി ഇവിടെ ഇരിക്കുക മാസ്കിങ് അറിയില്ല. പുള്ളി ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു വരും. എങ്ങനെയെങ്കിലും ഒരു മഴ സീക്വൻസ് വയ്ക്കും, അല്ലെങ്കിൽ സീക്വൻസ് കിട്ടിയില്ലെങ്കിൽ ആ സീക്വൻസ് ഉണ്ടാക്കി ഇത് മഴയത്തായിക്കോട്ടെ. അത് ഒരു സിനിമയ്ക്ക് ഒരു ഫോർമുല എന്നൊരു സാധനമില്ല. അത് ആ പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് എങ്ങനെ നമുക്ക് ആവശ്യപ്പെടും അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഡ്യൂസറോട് തർക്കിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്ത സാധനങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയ റെസ്പോൺസ് എന്താണ്? അത് അറിയാലോ, തൂത്ത് വാരിക്കട എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് പറയുന്നത്. രാജമണി സാറിനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ നേരത്തെ പറഞ്ഞ് മാസ് കമേഴ്ഷ്യൽ സിനിമകളിലെ സ്കോർ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു തീം ഉണ്ടാക്കുക, ആദ്യം ഒരു ഹീറോ തീം ഉണ്ടാവും. ആ തീമാണ് പലപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോഴല്ലേ നമുക്ക് വീണ്ടും നമുക്ക് മെമ്മറിയിലോട്ട് ഇത് കയറുന്നത്. ഈ തീമിന് മുന്നേ ശരിക്കും വേറെ തീമുകൾ ഉണ്ടായിരുന്നു, ഇതിലോട്ട് എത്താൻ കുറെ സമയം എടുത്തോ? എങ്ങനെയായിരുന്നു? ഇല്ല, നമ്മൾ ഒന്നാമത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ കൊള്ളാം, പിന്നെ അത് അങ്ങനെ പൊലിപ്പിച്ചോളൂ. നമുക്ക് ഈ മ്യൂസിക്കിൽ വാവച്ചെന്തെങ്കിലും പാടി കൊടുക്കും ഇങ്ങനെ മ്യൂസിക് ടിങ് ടിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ അയാളൊക്കെ കയറ്റിക്കൊള്ളും. വെള്ളിയേട്ടൻ്റെ ഈ ലോങ് ജേർണി ഇതിന്റെ നമ്മളിപ്പോൾ ഡ്യൂറേഷൻ സംസാരിച്ചു, ഇതിന്റെ സെറ്റിംഗ് സംസാരിച്ചു. ഇതൊന്നും എപ്പോഴും ഒരു പ്രൊട്ടഗണിസ്റ്റ് സ്ട്രോങ് ആവുന്ന പോലെ ആന്റഗണിസ്റ്റ് സ്ട്രോങ് ആകുമ്പോഴാണല്ലോ. ഇതിൽ മൾട്ടിപ്പിൾ ആന്റഗണിസ്റ്റ്. അതിന് മമ്പ്രം ബാവ എന്ന് പറയുന്നത് NF വർഗീസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഫ്രെയിമിൽ നമുക്ക് ആ പവർ, അവിടെ മുതൽ സിനിമ തീരുന്നവരെ നമ്മൾ പുള്ളി ലോക്കായി നിൽക്കുന്നുണ്ട്. അല്ല, പുള്ളിയുടെ ലോങ് ഷോട്ട് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത്രയിലുള്ള ആള് വലിയ ലോങ് ഷോട്ട് ഞാൻ മാക്സിമം കോമ്പാക്റ്റിലാണ് പിടിക്കുന്നത്. എന്നാലും പുള്ളിയുടെ എക്സ്പ്രഷൻ വരെ, പുള്ളിയുടെ സൗണ്ടും ഇതേപോലെ സൗണ്ട് യൂണിക്. അയ്യോ, അതിങ്ങനെ പറയുന്നു ചെയ്യുമെന്ന് പറഞ്ഞാൽ മമ്പറ ബാബ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണത്. അപ്പോൾ ആ വില്ലനെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്താലല്ലേ ഹീറോയ്ക്ക് കയറാൻ പറ്റും. നമ്മുടെ മിക്ക പടങ്ങളിലും വില്ലന്മാർ സ്ട്രോങ് ആയിരിക്കും. അതെ, അതിലേക്ക് ചോദിക്കാനുള്ള ഒരു പെർട്ടിക്കുലർ സീക്വൻസിനായിട്ട് ചോദിക്കാം. ഈ എന്താ ഭാവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീക്വൻസിൽ പാലെടുത്ത് തിളച്ച പാല് മുഖത്തി കഴിക്കുന്നത്, അതിന്റെ ഒരു ഷൂട്ടിംഗ് മെമ്മറി എങ്ങനെ ശരിക്കും? അത് നമ്മുടെ ഇവിടെ ഒറ്റപ്പാലത്താണ് അത് ഷൂട്ട് ചെയ്തത്. ആ വീട്ടില് ഇതൊക്കെ എടുത്തില്ലേ, നമ്മുടെ വരിക്കാശ്ശേരിയല്ല, മറ്റേ മാനവനിലയം. മറ്റേ സാറിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, തൂവാന തുമ്പികൾ ഷൂട്ട് ചെയ്ത സ്ഥലം, അവിടെയായിരുന്നു. അവിടെ ഇത് എടുക്കുമ്പോൾ ഈ പാല് ചൂടും വേണം, ചൂട് ഫീൽ ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് പെട്ടെന്നാണ് ആ രണ്ട് അകത്തമ്മമാരെ കൊണ്ട് വയ്ക്കുന്നത്. അപ്പൊ എല്ലാം കണക്ഷൻ വേണം, ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ പാലിന് തൊഴിക്കാൻ പോകുന്നത്. ആ രീതിയിലാണ് അതിന്റെ കൊറിയോഗ്രാഫി ചെയ്ത് കറക്റ്റ് ടൈമിൽ അതൊക്കെ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടാണ് ആദ്യമേ അത് ആ സ്ക്രിപ്റ്റിങ്ങിലേ ഉണ്ടത്. അപ്പൊ പിന്നെ നമ്മൾ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് സ്ട്രോങ് ആക്കിയാൽ മതി. ഒഴിക്കുന്നതൊക്കെ അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒഴിക്കുന്നത്, ഇത് കൊള്ളുന്നത്, നമുക്ക് റീടേക്ക് പോസിബിലിറ്റി ഇല്ലല്ലോ. അതൊക്കെ ഒറ്റ കട്ടി ഷോട്ട്സ് ആണ്. നല്ല പിന്നെ ഇവരൊക്കെ നല്ല ആർട്ടിസ്റ്റ്, നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റ ടേക്കിൽ കാര്യം നടക്കും, ഒറ്റ ഫീഡില് എല്ലാം. ഒന്നാമത് ഈ ക്യാമറയായിട്ടുള്ള കെമിസ്ട്രി കറക്റ്റ് ആയിരുന്ന ആർട്ടിസ്റ്റ് ആദ്യം പഠിക്കേണ്ടതായിരുന്നു. വേറെ ഒരു ഓപ്പൺ നമ്മൾ ഇങ്ങനത്തെ വൈഡ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം ചെയ്യാം, പക്ഷെ ഇതൊക്കെ കുറച്ച് കോമ്പാക്റ്റ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കെമിസ്ട്രി വേണം. നമ്മൾ ഇങ്ങനെ ഒഴിച്ചാൽ ഇവിടെ ഇങ്ങനെ കിട്ടും ആ ക്യാമറയിൽ എന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഈ അഭിനയം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, സിനിമയിൽ നാടകത്തിലെ അങ്ങ് അറ്റ ഇരിക്കുന്ന ആൾക്ക് വരെ കിട്ടണം. അപ്പോൾ അത്ര ലൗഡ് ആയിരിക്കണം അവരുടെ. അതെ, ഇവിടെ അത് വേണ്ട.
ഇവിടെ നമ്മൾ ടെക്നിക്കലാണ്. അപ്പൊ അതും അനുസരിച്ചിട്ട് കണക്ട് ചെയ്യണം എല്ലാവരും. എന്നാൽ ഈസിയാണ്, നമുക്ക് ജോലി കുറവാണ്. പറഞ്ഞു ടെക്നിക്കൽ സൈഡ്. അതെ അതെ അതെ. ഈ മോഹൻലാലിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ക്യാമറമാൻ ലൈറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇയാൾ ലൈറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടില്ലേ പുള്ളി വിളിക്കത്തുള്ളൂ. അപ്പോൾ പുള്ളി ആദ്യം വന്ന് എവിടേക്ക് പോകുന്നത്, എവിടേക്കാണ് പോകേണ്ടത്, ഇങ്ങനെ കൊറിയോഗ്രാഫി ഇവിടെ വരണം, ഇത് ഇങ്ങോട്ട് വരണം, ഇവിടെ വന്ന് ഈ ഡയലോഗ് പറയണം, ഇവിടെ വന്ന് ഇങ്ങനെ മൂവ് ചെയ്യണമെന്ന് പറയും. ഫസ്റ്റിൽ പുള്ളി ഇങ്ങനെ നടന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പോകും. ഇതാർക്കും അറിയത്തില്ല. ഇതാർക്കും അറിയത്തില്ല ലൈറ്റ് ക്യാച്ച് ചെയ്യണത്. ആർട്ടിസ്റ്റ് ഓപ്പോസിറ്റ് വന്നാൽ പോലും ഇയാൾ ഇങ്ങനെ തട്ടിയിട്ട് അയാളെ ഇങ്ങനെ മാറ്റും, ലൈറ്റ് കിട്ടും. അത് ആ അഭിനയത്തിന്റെ കൂടെ ചെയ്യുന്നതാണ്. അത് ഇപ്പൊ ആൾക്കാർ കാണുമ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നോക്കും. പിന്നെ എപ്പോഴും നോക്കിയാലും പുള്ളി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ക്യാമറ നോക്കിയിരിക്കും. ഈ പോകുന്ന വഴി ക്യാമറ നോക്കിയിരിക്കും, അറിയത്തോലും എവിടെയാണ് ക്യാമറ എന്നുള്ള സംഭവം ഇങ്ങനെ ക്രോസ് ചെയ്യും. പിന്നെ ശേഷം വന്ന് ഈ പില്ലറാണ്, ഈ പില്ലറിന്റെ അവിടുത്തെ ക്യാമറ ട്രാക്ക് വഴി ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. ഈ പില്ലർ കവറിംഗ് അല്ലേ, പക്ഷെ പുള്ളി ഇവിടെ ഇരിക്കുക മാസ്കിങ് അറിയില്ല. പുള്ളി ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു വരും. അപ്പൊ അത് ഈ ഡയലോഗും പഠിക്കണം, എക്സ്പ്രഷൻ പഠിക്കണം, ക്യാമറയുടെ കൂടെ നോക്കണം. അപ്പൊ അങ്ങനെ 3 സാധനമാണ് പുള്ളിയുടെ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആർട്ടിസ്റ്റ് കിട്ടുമ്പോൾ ആലോചിച്ചു, നമ്മൾ ബാക്കിൽ നിന്ന് ഇതെല്ലാം അവരുടെ ഇത് പഠിക്കുകയാണ്. ഇങ്ങനെ സംഭവം കറക്റ്റായിട്ട് പിടിച്ചല്ലോ. ഇതിന് ഞാൻ കണക്ട് ചെയ്ത് 2 ഫൈറ്റ് സീക്വൻസ് ചോദിക്കാം. ഒന്ന് വെള്ളിയേട്ടനിലെ ഇന്റർവെൽ സീക്വൻസ്, ഇതിൽ ഈ ഉറുമിയൊരു ആക്ഷൻ പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ ഈ ഭാസ്കറിനായിട്ട് നരസിംഹത്തിലെ ഫൈറ്റ്, വാച്ച് അവിടെ ഒരു ആക്ഷൻ പ്രോപ്പർട്ടിയാണ്. ഈ 2 ഫൈറ്റ് സീക്വൻസും ബിൽഡ് ചെയ്യുന്നതില് എന്താ പറയാ, ഈ ഹീറോ എന്തുമാത്രം ദേഷ്യത്തിലാണ്, അയാളുടെ റേജ്, അയാളുടെ ദേഷ്യം ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടണം. എന്നാൽ ഇയാൾ ഇടുക്കി ഇവിടെ കയ്യടി വീഴുന്നുള്ളൂ. ഈ മമ്മൂക്ക ഇതിൽ വരയ്ക്കുന്നത്, അപ്പുറം കിടക്കരുത്, തല്ലുംപിടിയിൽ ഇന്നാളുടെ ശിഷ്യനാന്ന് പറഞ്ഞ് അവിടെ ഇയാൾ സ്വയം ബിൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് ആരവേലും അടിക്കാം, അതവിടെ റെഡിയായി. അപ്പറേ മറ്റേ ഭാസ്കരൻ കൈവച്ചെടുക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ പിന്നെ ഇയാൾ 6 വർഷം ജയിലിൽ കിടന്നതാണ്, ഇയാൾ കോളേജ് ഹീറോ, ഇയാൾക്ക് ആരവേലും അടിക്കാം. അത് മഴയത്താണ്, ഇത് ഈ പറഞ്ഞ മഴയൊന്നുമില്ല, ഒരു ഓപ്പൺ സ്പേസിലാണ് അടി നടക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞാണ് നടക്കുന്നത്. ഈ 2 ഫൈറ്റ് സീക്വൻസ്, ഇതിന്റെ ഒരു പ്രീ പ്ലാനിലെ കോറിയോഗ്രാഫി ഷൂട്ട് ചെയ്യുന്നത് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്ത്, എങ്ങനെയായിരുന്നു അതൊക്കെ? അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ കൊറിയോഗ്രാഫി അത് ഷോർട്ട് ഡിവിഷൻ പരിപാടി ഇല്ല. നമ്മൾ ആദ്യം ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മതി, പിന്നെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. എവിടെ ഒരാൾ റിയാക്ഷൻ വരുമ്പോൾ അവിടെ ഞാൻ ഷോട്ട് എടുത്തിരിക്കും. ആ റിയാസ് സാറ് ഇപ്പോൾ ഒരു ചെയിൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണമെന്ന് വെച്ചു, ആ ചെയിൻ്റെ ഷോട്ട് എങ്ങനെ എടുക്കും, അത് കറക്റ്റ് സ്ഥലത്ത് ഞാൻ കട്ട് ചെയ്തിടാം. ഇത് അതൊക്കെ കിട്ടുന്നതാണ് നമുക്ക്, വീണ് കിട്ടുന്നതാണ്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യാതെ പോകത്തില്ല. ഏത് സാധനവും ഞാൻ കുഞ്ഞ് അയാളുടെ കാല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അയാൾ ഫൈറ്റിന് വേണ്ടി മറ്റേ കമ്പോസിങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എനിക്ക് ആ ഷോട്ട് കിട്ടി, അപ്പൊ ഞാൻ എക്സിക്യൂട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, ഇത് നമ്മളല്ല ചെയ്യുന്ന ഒരു ആ സമയത്ത് എന്തോ ഒരു ശക്തി നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അങ്ങ് എടുത്തു പോകുന്നു, അത്രേ ഉള്ളൂ. ഈ പ്രത്യേകിച്ച് വെല്ലുവിളി ഇന്റർവെൽ സീക്വൻസിലെ ഇതിൽ ഇത്ര ആളുകളുണ്ടാവും, അവിടെ ഓൾറെഡി ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്, അവർക്കുള്ള ഫീഡ് ശരിക്കും എങ്ങനെയായിരിക്കും ഒരു സംവിധായകന്റെ സൈഡിൽ നിന്ന്? അല്ല, അത് നമ്മൾ ഇത് കറക്റ്റായിട്ട് സീക്വൻസ് പറഞ്ഞു കൊടുക്കണം. ഈ സ്റ്റോറി ഫുള്ളായിട്ടല്ല, ഇയാളുടെ ക്യാരക്ടർ ഇതാണ്, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അയാളുടെ പ്രത്യേക സ്റ്റൈൽ ഇതാണ്, ഈ സമയത്ത് ഇത്രയും പേര് വന്നാൽ എങ്ങനെ ഫൈറ്റിംഗ് ചെയ്യണം, ഇതാണ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് ക്യാരക്ടർ അവരുടെ ദേഹത്ത് ഫൈറ്റ് മാസ്റ്ററിന്റെ സംഭവത്ത് കിട്ടിക്കഴിയും. അപ്പോൾ സാർ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർ ഒരു കമ്പോസിങ് ചെയ്ത് കാണിച്ചു തരും, ഇങ്ങനെയാണ് മതിയോ ഇങ്ങനെ മതിയോ, അത് നമ്മളത് കുറച്ച് മോഡുലേറ്റ് ചെയ്ത് ഇത് ഓക്കെ, പിന്നെ റെഡി. ഇതിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വെള്ളിയേട്ടൻ നരസിംഹമൊക്കെ എത്തുമ്പോഴത്തേക്കും ഇത്രയും സിനിമകളിലെ ആക്ഷൻ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടല്ലോ, എങ്ങനെ വേണമെന്നുള്ളത്. ഇപ്പൊ ഈ കമ്മീഷണറിൽ ഇത്രയും ക്രൗഡിന്റെ ഉള്ളിൽ മറ്റേ ട്രിവാൻഡ്രത്തെ ടൗണിലാണല്ലോ വലിച്ചുകൊണ്ട് വരുന്ന ഫൈറ്റ് സീക്വൻസ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഈ നരസിംഹത്തിൽ ഈ മഴയത്തുള്ളത്, ഈ വെള്ളവും തീന്നുള്ളത് എപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സംഭവമല്ലോ, അവിടെ ഒരു ഫൈറ്റ് സീക്വൻസ്, അത് ഫസ്റ്റ് ഐഡിയ തന്നെ മഴയത്ത് അടിക്കണം, അങ്ങനെ തന്നെ മഴയത്ത് അടിക്കണം തന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു. അത് 6 നമ്പരാളിൽ അടിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, എനിക്ക് മഴ ഫൈറ്റ് ഒക്കെ മഴ സീൻസ് ഒക്കെ വെക്കാൻ വലിയ ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും ഒരു മഴ സീക്വൻസ് വയ്ക്കും, അല്ലെങ്കിൽ സീക്വൻസ് കിട്ടിയില്ലെങ്കിൽ ആ സീക്വൻസ് ഉണ്ടാക്കി, ഇത് മഴയത്തായിക്കോട്ടെ, അങ്ങനത്തെ പ്ലാനില്. ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്യുന്നു, ഇപ്പൊ ഈ പറഞ്ഞ ലോങ് ജേർണിയില് ഷാജി കൈലാസിന്റെ ആക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പിക്ക് ചെയ്ത് പറയാൻ പെട്ടെന്നൊരു റാൻഡം സിനിമ കാണുന്ന ആൾക്ക് പോലും 5-10 സിനിമകൾ പെട്ടെന്ന് വായയിൽ വരും. അത്രയും നമ്മൾ യൂസ്ഡ് ആണ് നിങ്ങളുടെ ഈ ഒരു സിനിമാറ്റിക് ജേർണിയിലെ ആക്ഷൻ സിനിമകളുടെ കാര്യത്തിൽ. ശരിക്കും ആക്ഷൻ സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ടോ? ഇല്ല. ഷാജി കൈലാസ് ഫോർമുല ഉണ്ടോ ആക്ഷൻ സിനിമയ്ക്ക്? അതിലില്ല.
അത് ഒരു സിനിമയ്ക്ക് ഒരു ഫോർമുല എന്നൊരു സാധനമില്ല. അത് ആ പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് എങ്ങനെ നമുക്ക് ആവശ്യപ്പെടുന്നു അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേക ഫോർമാറ്റ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഫ്രെയിമിങ്ങിന് എനിക്ക് ഭയങ്കര ചില സംഭവങ്ങൾ വേണം. നമ്മുടെ ഫ്രെയിംസ് അങ്ങനത്തെ ആയിരിക്കണം. നമ്മുടെ ആരും വയ്ക്കാത്ത ഫ്രെയിംസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട്. അതാണ് എൻ്റെ ഒരു വീക്ക്നെസ്. എന്തുകൊണ്ട് രവിവർമ്മനെ ചൂസ് ചെയ്യാൻ? രവിവർമ്മ മുന്നത്തെ സിനിമകൾ ഇപ്പൊ ശാന്തമൊക്കെ ആയിരുന്നല്ലോ, വളരെ ഈ പറഞ്ഞ ഓഫ് ബീച്ച് സിനിമകളുടെ കൂടെ പാരലൽ സിനിമയായിട്ട് പോയിരുന്ന രവിവർമ്മൻ ഇത്രയും വലിയ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത്. അല്ല, രവി വർമ്മൻ എന്ന് പറഞ്ഞാൽ രവി കെ ചന്ദ്രന്റെ കൂടെ അസോസിയേറ്റ് ആയിരുന്നപ്പോഴത്തെ എനിക്കറിയാം. നമ്മൾ തലയ്ക്ക് അടി കൊടുത്തിട്ട് വിട്ടിട്ടുണ്ട്. ഏത് ലൊക്കേഷനില്? നമ്മുടെ രവി കെ ചന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് വയ്ക്കാൻ പറയുമ്പോൾ അവനത് കേട്ട് വേറെ സ്ഥലത്ത് വയ്ക്കും, ഞാനത് കേട്ടോണ്ടിരിക്കും, കണ്ടോണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രവി അതാണല്ലോ പറഞ്ഞത്, നീ എന്താ ഇങ്ങോട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കും, അവൻ ഓടുവൻ, അവൻ അറിയുന്നതിന്. അപ്പൊ അത്ര ഒരു കണക്ഷൻ ഉണ്ട് ആ കുട്ടികളായിട്ട്. ഇവരിങ്ങനെ വരുമ്പോഴും വളർന്നു വരുമ്പോഴും ഇപ്പോഴും ഗുരു ഗുരു എന്നാണ് എന്നെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സൂം വെച്ചിട്ട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുക അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന് ഈസിയാണ്. ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും അവൻ ഈസി ആയിട്ട് ചെയ്യും. ഇപ്പോഴെന്നെ വിളിച്ച് പറയുന്നതാണ്, സാർ നീങ്ക ക്ലാസ് കൊടുത്തത് ഇപ്പൊ കറക്റ്റ് ആയിരിക്കും സാർ. അതെങ്ങനെ? അതെ. അപ്പൊ അവന് അതിനെക്കാട്ടി ടാലന്റ് ഉള്ളതുകൊണ്ടല്ലേ അവന് കയറുന്നേ. നമ്മളൊരു ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ടാലന്റ് ഉള്ളവരെ കയറിപ്പിക്കുള്ളൂ. പക്ഷെ അത് മിടുക്കന്മാരാണ് അവരെല്ലാവരും. കുഞ്ഞിലെ അവന് ക്രിയേഷൻ ഉണ്ട്, നല്ല കുട്ടികളായിരുന്നു. അത് രവി വർമ്മനും രവി കെ ചന്ദ്രനും അതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് 7 പടം കണ്ടിന്യൂസ് ഞാൻ കൊടുത്തു. പിന്നെ അവന് കിട്ടി, അവിടെ പോയി. അത് നല്ലതല്ലേ? ബോളിവുഡില് അതെ, ഇന്ത്യയിലെ നമ്പർ 1 ക്യാമറമാരിൽ ഒരാളായില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് 3ാമത്തെ 4ാമത്തെ സിനിമയാണ് സന്തോഷ് ശിവൻ ഡോക്ടർ പശുപതി ഞങ്ങളോട് ചെയ്യുന്നത്. അതെ, അത് സൺഡേ സെവൻ ബി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഡോക്ടർ പശുപതി. അതെ. അപ്പോൾ ഇവരുടെയൊക്കെ ഓപ്പണിംഗ് സമയത്ത് നമ്മുടെ കൂടെ ഉണ്ട്. ഇതില് രവിവർമ്മൻ പറയുമ്പോൾ ഇതിൽ ഈ ഹാൻഡ് ഹെൽഡ് മൂവ്മെന്റ്സ് കുറെ ഉണ്ടല്ലോ. ഇപ്പോ യൂഷ്വലി ട്രാക്ക് ആൻഡ് റോളിൽ പോകുന്ന 180 പാൻ വരെ ഹാൻഡ് ഹെൽഡ് ആയിട്ട് സിനിമ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അതിലൊരു തീരുമാനം എങ്ങനെയാണ്? കാരണം വിഷ്വലി ഇതിനൊരു എസ്തെറ്റിക്കൽ വാല്യൂ ചിലപ്പോൾ ട്രാക്ക് ആൻഡ് റോളിലേക്ക് ആയിരിക്കും, ജെർക്കില്ല, ഒന്നുമില്ല, അത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഹാൻഡ് ഹെൽഡിൽ ഇത് എടുത്താൽ മതി. അതിൽ ഈ പറഞ്ഞ മാധവനുണ്ണിയുടെ ഈ മൂവ്മെന്റ് ഉണ്ട്, ഇതെല്ലാം അതിന്റെ ഒപ്പം കോമ്പോസിറ്റ് ചെയ്ത് പോകും വേണം. എന്തുകൊണ്ടാണ് ഹാൻഡ് ഹെൽഡിൽ? ഹാൻഡ് ഹെൽഡ് ആണെങ്കിൽ പെട്ടെന്ന് ഈ സീൻ തീരും. അത് ഈസി ആയിട്ട് പറഞ്ഞാൽ അതാണ്, സീൻ പെട്ടെന്ന് തീരും. നമ്മൾ ലൈറ്റിങ്ങിന് കൂടുതൽ അവർക്ക് സമയം കൊടുക്കില്ല. നമ്മുടെ ഇങ്ങനത്തെ ചില പർട്ടിക്കുലർ മൂവ്മെന്റ് വരുമ്പോൾ ഒറ്റ ഷോട്ടിൽ ചിലപ്പോൾ വേണം, ചിലപ്പോൾ സ്റ്റഡിക്കാൻ കിട്ടിയിരിക്കില്ല. അത് ഹാൻഡ് ഹെൽഡ് കറക്റ്റായിട്ട് പോകണം. അത് ഷേക്കായാൽ പിന്നെ ഇന്നാണെങ്കിൽ DA കൊണ്ട് അത് സ്റ്റെബിലൈസ് ചെയ്യാം. അന്നത് ചെയ്ത് പറ്റത്തില്ല, അന്ന് ഇങ്ങനെ ഷേക്ക് തന്നെ പോകേണ്ടി വരും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എന്തോ ഷേക്കാണ് ഈ ക്യാമറ എന്നൊക്കെ അതും കേട്ടിട്ടുണ്ട് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇങ്ങനത്തെ പ്രശ്നം? റൗണ്ട് ട്രാക്ക് ഇടുമ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ റൗണ്ട് ട്രാക്ക് ഇട്ട് ഭയങ്കര കളിയാണല്ലോ കളിച്ചിരിക്കുന്നത്. ഞാൻ പറയാം അതൊക്കെ ഒറ്റ സീക്വൻസ്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് വീട്ടിലോട്ട് കയറുമ്പോൾ അവർ 8 മണിക്കുമ്പോൾ ഇറങ്ങിക്കോണം എന്ന് പറയും. അപ്പോൾ 8 മണിക്കുമ്പോൾ സീൻ തീർന്നില്ലെങ്കിൽ നാളത്തേക്കാവും. അപ്പോൾ കട്ട് ഷൂട്ട് ചെയ്യാനും പറ്റില്ല, ഒരൊറ്റ ഇട്ടേക്കാൻ പറയും. റൗണ്ട് ട്രാക്ക് ഇട്ടോളൂ മോനെ, ഒറ്റ അടിക്ക് തീർക്കാം. അതില് നിർനാഴിപ്പൊന്നും പാട്ട്, ആ പാട്ടിന്റെ ലെങ്ത് വലുതാണ്. ആ പാട്ട് നമുക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്, റിപ്പീറ്റ് വാച്ച് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ മറ്റേ പാൻ പോകുന്നത്, ആന, ഉത്സവ പ്രതീതി. ഇപ്പൊ നരസിംഹത്തിലും സെയിം പാറ്റേണിൽ പാട്ടുണ്ട്, ഏതാണ്ട് ഒരുപോലത്തെ ഡിസൈൻ ആ പാട്ടിന് കൊടുത്തിട്ടുണ്ട്. ഈ വലിയ പാട്ടുകൾ ചിത്രീകരിക്കുന്നത് അതിന്റെ ഈ പറഞ്ഞ വലുപ്പം തിയേറ്ററിൽ ഒരു ഉത്സവമാക്കണല്ലോ, അത് ശരിക്കും ഒരു ഹൈയുള്ള പരിപാടിയാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഏർപ്പാടാണ്. നിറയെ ആൾക്കൂട്ടം കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവരുടെ ഇടയിൽ വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ എന്താ പറയുക, ഇത്രയും ആൾക്കാർ ഇൻവോൾവ് ചെയ്യില്ലേ. മറ്റേ 2 പേരെ വെച്ചിട്ട് ഇങ്ങനെ ഷോ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കുഴപ്പമാണ്. എന്ന് പറഞ്ഞാൽ അത് ലവ് സോങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റത്തേ ഇല്ല. അങ്ങനത്തെ സീനാണ് എനിക്ക്. ഇതിനകത്തും ആക്ഷൻ പോലെ ഫീൽ ചെയ്യണം. ഇപ്പം നരസിംഹത്തിലെ പാട്ട് ഹിറ്റായ ശേഷമാണല്ലോ ഈ പടം വരുന്ന 6 മാസത്തിന് ശേഷം. അപ്പോഴും നമുക്ക് മനസ്സിലായി ആ പടം ആ പാട്ട് ഭയങ്കരമായിട്ട് കൊളുത്തിയിരിക്കണം. അപ്പൊ അതേപോലെ കളർഫുൾ ആക്കണം. അതിനുവേണ്ടി ഈ മിറ്റത്ത് ചെയ്തതാണ്. ഈ നരസിംഹം, വല്യേട്ടൻ, ഈ സിനിമകളൊക്കെ സംസാരിക്കുമ്പോൾ ഇതിന്റെ സ്വഭാവത്തിലെ സാമ്യതകൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ. ഒരു തറവാട്, അവിടെ ഒരു ഹീറോയ്ക്ക് കൂടെ ആളുകള്, ഈ അത്തരം ട്രോളുകൾ അല്ലെങ്കിൽ അത്തരം റീഡിങ്സ്, അത് ശരിക്കും എങ്ങനെയാ? അതിലൊരു ടേക്ക് എന്താ ശരിക്കും ഒരു ഡയറക്ടേഴ്സ് ടേക്ക്? അതിലൊരു ഫ്യൂഡൽ ഒരു തത്വമാണത്. എന്താ പറയുക, ഫ്യൂഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടമാണത് ഈ ഫ്യൂഡൽ. ഈവൻ ലൂസിഫർ വരെ ഒരു ഫ്യൂഡലാണ്.
എന്ന് പറഞ്ഞാൽ ആ തറവാടും അവരുടെ ഇതും സംഭവങ്ങളും വെച്ചിട്ട് വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അങ്ങനെ ഒരു ഫീലുണ്ട്. അല്ല അതൊരു മാറ്റം ഉണ്ടാവില്ല. എന്നാലേ ഒരു രണ്ട് തട്ടിൽ നിന്നാൽ മാത്രമേ എല്ലാവർക്കും ഫ്യൂഡൽ ആൾക്കാർ ഇഷ്ടമാണ്. കഥ പറയുമ്പോൾ ആ രീതിയില്ല. പക്ഷേ മനകൾ ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് കുറേ അത് നോക്കാനേ പാടില്ല. പടം സക്സസ് ആണോ പിന്നെ ഓക്കെയാണ്. ഈ ചീത്ത പറഞ്ഞോട്ടെ എന്ന് ഞാൻ ഇഷ്ടമാണ്. എനിക്ക് ഈ കമന്റ് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യില്ല. ഓപ്പൺ ചെയ്താൽ പോലും കുറേ ആൾക്കാർ ചീത്ത പറയും. പക്ഷേ ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ. നമ്മൾ ചീത്ത നമ്മൾ അഭിപ്രായം വേറെ ഒന്നിനും പറയില്ല. ഇഷ്ടം പോലെ പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ പറയുന്നത്. പക്ഷെ അത് ഞാൻ അതിനെ ഇത് ചെയ്യത്തില്ല. അവരെ ഒന്നും പറയത്തില്ല, വഴക്കും പറയത്തില്ല, ഒന്നും പറയാം. അവരുടെ വഴക്ക് എനിക്ക് നമുക്ക് ഇങ്ങനെയാണ് പടം ചെയ്യാൻ അറിയാവും. അത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും ഫീഡ്ബാക്ക് എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പൊ നമുക്കത് ഭയങ്കര ഈസിയാണ്. ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ട് കമന്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം. അന്ന് ശരിക്കും എങ്ങനെയാണ് ഫീഡ്ബാക്ക്? വെള്ളിയായിട്ട് നരസിംഹ അന്ന് സ്ട്രേറ്റ് തിയേറ്റേഴ്സിന്റെ മൗത്ത് പബ്ലിസിറ്റിയാണ്. ഒരു പടം ഇറങ്ങി അതെ അന്നത്തെ മൗത്ത് കറക്റ്റ് ആയിരുന്നു. ഈ പടം കണ്ടോളൂ കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ള സംഭവം. ഇന്ന് വയലന്റ് അല്ലേ, കൂടുതൽ വയലൻസ് കൂടിയിരിക്കുകയാണ്. എന്ന് പറയുന്നത് സമൂഹത്തെ മൊത്തം വയലൻസ് ആയി. ഒരാളെ എങ്ങനെ വെട്ടി നുറുക്കി 12 പീസ് 41 പീസ് 71 പീസ് എന്നൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത് ചോരയുടെ മണമാണ് മൊത്തം. അത് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വയലൻസിന് ജനങ്ങൾ ഇഷ്ടപ്പെടും. ഞാൻ കൂടുതൽ വയലൻസ് ഒന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ആക്ഷൻ ഉണ്ട്, വയലൻസ് എടുത്തില്ല, കുത്തി കീറി കൊന്നില്ല. പക്ഷേ വായിക്കാത്ത ബോംബ് വെച്ച് ചെറിപ്പിച്ചിട്ടുണ്ട് ഏകലവയിൽ. ഇന്നത് ബോംബ് വെച്ച് പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്, എത്രയോ വർഷം മുമ്പ്. പിന്നെ കത്തിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാക്കി കളയുക. ആ തിന്മയെ പിന്നെ വേണ്ട, അഗ്നിക്ക് കൊടുക്കുക. അതിന് ഭൂമിയിൽ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതല്ലേ നമുക്ക് കറക്റ്റ് വേണ്ടത്. അല്ലാതെ അതിനെയും വെച്ചിട്ട് ജയിലിലടച്ച് അതിന് പ്രശ്നം ഉണ്ടാക്കി അതിന് നമ്മൾ സർക്കാരിന് ചാപ്പാട് കൊടുത്ത് ഇടേണ്ട ആവശ്യമില്ലല്ലോ, തീർത്ത് കളയും. ശരിക്കും ഏതൊരു ഫേവറേറ്റ് ജോൺറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് സിനിമകളാണ് ശരിക്കും ഇഷ്ടം? എനിക്ക് ലാസ്റ്റ് ടെമ്പറർ പോലത്തെ അങ്ങനത്തെ സിനിമയാണ് ഇഷ്ടം. ജോൺ വൂവിന്റെ ഒരു ഇഷ്ടക്കാരനാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കട്ടിങ് പാറ്റേൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അന്ന് ഹോളിവുഡിൽ കയറി പുള്ളി തകർത്ത് കളഞ്ഞാണ്. അവിടെ പുള്ളിയുടെ വരവ് ഹോളിവുഡ് കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പാറ്റേൺ അവർ കണ്ടിട്ടില്ല. അല്ല വേറൊന്നുമില്ല, അതിനൊരു തറവാട്ടിത്തം ഉണ്ടായിരുന്നു. സാധാരണ ഈ കൊറിയൻ പടങ്ങളെ പോലെ ചപ്പ് ചവർ പോലത്തെ അല്ല. അതൊരു ഭീകര ഒരു ബാക്ക് ഹിസ്റ്ററിയോടുള്ള ഒരു പടങ്ങളായിരുന്നു. അതിൻ്റെ ഓരോ ഷോട്ട്സ് നമ്മൾ അറിയും. ആദ്യമായിട്ട് ഈ ഇതിൽ നിന്ന് ബുള്ളറ്റ് ഇത് കാബ്രിഡ്ജ് പോകുന്ന അതൊക്കെ ഒരു ഗ്രാഫിക്സും ഇല്ലാതെ ചെയ്ത സാധനമാണ്. ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് ടക്ക് റാമ്പ് ചെയ്ത് ഇങ്ങനെ സ്ലോ മോഷനിൽ പോകുന്നില്ലേ, അതൊക്കെ അന്ന് നമ്മൾ കണ്ട് ഞെട്ടിപ്പോയതാണ്. പിന്നെ സിംഗിൾ ഷോട്ടിലേക്ക് ലാസ്റ്റ് ടെമ്പർ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെളിയിൽ വന്ന് ഷോട്ടാണ്. അത് നമ്മൾ അന്ന് ചിന്തിക്കാൻ പോലും. ഇന്നൊക്കെ അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ടുണ്ട്. അന്ന് ഒരു സപ്പോർട്ട് ഇല്ലാതെ പുള്ളി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പുള്ളിയുടെയൊക്കെ മനസ്സും അനുഗ്രഹം മേടിക്കുന്നതാണ് അതൊക്കെ. ഇപ്പോ നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജിൽ ശരിക്കും ഒരു റീവാച്ച് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമേഴ്ഷ്യൽ സിനിമയുണ്ടോ ശരിക്കും? അങ്ങനെ മണിസാറിന്റെ സിനിമകളൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ വെക്കാറുണ്ട്. പിന്നെ വിനോദ് ചോപ്ര അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമകളിൽ ഭയങ്കര മേക്കിങ്ങിലൊരു പുതുമകൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ കാണാൻ വീണ്ടും വീണ്ടും കാണാനും അത് എങ്ങനെയും തോന്നി പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റിംഗ്. ഏതൊരു ഫേവറേറ്റ് മണിരത്നം സിനിമ? മണിരത്നം മിക്കതും ഫേവറേറ്റ് ആണ്. സിനിമയുടെ ഒരു ലോങ് ജേണിയൊക്കെ സംസാരിക്കുമ്പോഴേ ഇനി തിയേറ്ററിൽ വരുമ്പോൾ ഇതിനുണ്ടാകാൻ പോകുന്ന റെസ്പോൺസ് അത് ശരിക്കും ഇങ്ങനെ അതിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് അത് നോക്കിയിരിക്കുന്നുണ്ടോ? ഇതോ ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹണ്ട് എലോൺ ഇതൊക്കെ വരുമ്പോഴും പുതിയ സിനിമയുടെ പുതിയ രീതികൾ, ഇപ്പൊ ഈ പ്രൊമോഷൻ, ഈ ഇന്റർവ്യൂസ്, കാപ്പ വരുന്ന സമയത്തൊക്കെ ഇത് ബാക്ക് ടു ബാക്ക് ശീലമായല്ലോ. പുതിയൊരു ലാപ്പില് പുതിയൊരു ട്രാക്കില് ഇപ്പോഴത്തെ രീതികളെ കൂടെ ഓടുന്ന സമയം കൂടിയാണ്. അവിടെ ഇനി വലിയായിട്ടും റിലീസ് ചെയ്യുമ്പോൾ ഓൾറെഡി വൺസ് റിലീസ് ആയതാണ്. റിലീസിൽ ആളുകളുടെ റെസ്പോൺസ് എന്തായാലും ഞങ്ങളുടെ ക്യൂരിയോസിറ്റി, ആകാംക്ഷ അതൊക്കെ ഉള്ളതാണ്. ഇല്ല, നമ്മളെ മെയിൻ നോക്കുന്നത് ഈ ചെറുപ്പക്കാരെയാണ്. അവരുടെ ഇതൊന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ കുറെ കുറ്റങ്ങൾ പറയും, അന്നത്തെ സെല്ലിൽ ഉണ്ടാക്കിയതാണ്, കുറെ കുറ്റം ഉണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ സിനിമ അന്ന് എങ്ങനെ ഓടി, എന്തുകൊണ്ട് ഈ സിനിമ ഓടി, അന്നത്തെ മനസ്സല്ല ഇന്നത്തെ മനസ്സൊക്കെ ഞങ്ങൾക്കറിയാം. അന്ന് കുറച്ച് അങ്ങനത്തെ ചില ഡയലോഗ്സിലൊക്കെ ചിലവർക്ക് ഇതുണ്ടാവും, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വരാം. ബട്ട് ആ സിനിമ ഒന്ന് കാണണം, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ആ സിനിമ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് കണ്ടു നോക്കും. ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളൊന്ന് കൈതരിക. ശരിക്കും ഇനി ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് സാധ്യതയൊക്കെ ഉണ്ടോ, പുതിയൊരു സിനിമയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ?
ഈ പുതിയ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇപ്പോൾ എ ആർ റഹ്മാൻ ഓടിയില്ലേ, എ ആർ റഹ്മാൻ ഒരു മിത്ത് ആയിരുന്നല്ലോ. അതെ, ആ മിത്ത് എന്ത് മനോഹരമായിട്ട് അവർ ചെയ്തു. അത് മനോഹരമായിട്ട് അവർ ജനങ്ങൾ ഏറ്റെടുത്ത പടങ്ങളാണ് അതൊക്കെ, അല്ലേ? രണ്ട് കാറ്റഗറിയാണ് ഈ സിനിമ ആ സമയത്ത് ഓടിയത്. അപ്പം രണ്ട് മനസ്സാണ്. കിഷ്കിന്ധകാണ്ട് വേറെ മനസ്സിലും ജനം കണ്ടു, ഇത് വേറെ മനസ്സിലും കണ്ടു. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് വേറെ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ സിനിമയുടെ യഥാർത്ഥ ഓഡിയൻസ് അത് രണ്ട് അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ പണ്ട് പരീക്ഷിക്കാൻ പേടിയായിരുന്നു, ഇന്ന് ആ ഭയം മാറി. ഇന്ന് എക്സ്പെരിമെന്റ് ആവാം, കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത്. ഇത്രയും സിനിമകൾ ചെയ്തല്ലോ, ഇനിയൊരു സിനിമ അല്ലെങ്കിൽ പുതിയൊരു സിനിമ എന്നുള്ള സമയത്ത് എന്ത് എക്സ്പ്ലോർ ചെയ്യണം, എന്താ ശരിക്കും ഞാനിപ്പോ ഒന്നും ചിന്തിക്കുന്നില്ല, ബ്ലാങ്ക് ആണ്. പറഞ്ഞാൽ ഇനി പുതിയൊരു സാധനം വരുമ്പോൾ നമ്മളെ ആകർഷിക്കുന്ന സാധനമാണെങ്കിൽ ഇമ്മീഡിയറ്റ് നമുക്ക് ഈ ഫസ്റ്റ് കഥ കേൾക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. അത് ക്ലീൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നാലും നമ്മൾ തിയേറ്ററിലും അത് കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഡ്യൂസറോട് തർക്കിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്ത സാധനങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ തീരുമാനങ്ങൾ തെറ്റുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ചില പ്രഷർ ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ചില വിട്ടു വീഴത്തില്ലേ, ചില നോ പറയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ, അങ്ങനെയൊക്കെ ഞാൻ പെട്ടുപോയിട്ടുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും അങ്ങനെ ഒരു തീരുമാനങ്ങളോ? അതെ അതെ, ഇല്ല ഞാനിത് ഇപ്പൊ നോ പറയാൻ പഠിച്ചു തുടങ്ങി. അതിന് ഇത്രയും എക്സ്പീരിയൻസ് അല്ല, എനിക്ക് പണ്ടേ നോ പറയാൻ ഒരു അവർക്കൊക്കെ എന്ത് തോന്നുന്നു വിചാരിച്ചിട്ട് അങ്ങനെ. ഇനി അത് തോന്നിട്ട് കാര്യമില്ല, എന്നാലും ഞാനും നിൽക്കണ്ടേ, സർവേ ഉണ്ട്, അതുകൊണ്ട് നോ പറയാന്ന് വിചാരിച്ചു. ഒരു രസമുള്ള സീക്വൻസ് ചോദിക്കാം. ഈ പാടത്ത് വെച്ചിട്ട് കലാഭവമണിയുടെ ക്യാരക്ടർ അറ്റാക്ക് ചെയ്യുന്ന സീക്വൻസിൽ ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ പാടത്തൊക്കെ അടിച്ചടിച്ച് മണിയുടെ ഒരു പെർഫോമൻസ് സ്ലിപ്പ് ചെയ്ത് പോകുന്നത്, അത് ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു ആക്ഷൻ? ഇയാൾ ഇങ്ങനെ ആയിരിക്കണം, നിലത്തൊക്കെ അടിക്കണം. അത് ഇപ്പോൾ നമ്മളവിടെ ലൊക്കേഷനിൽ വന്ന് ഇവരെ ആർട്ടിസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു പശുവിനെ നിങ്ങൾ കണ്ടിരിക്കണം, ഒരു പശു ദൂരെ നിൽപ്പുണ്ടായിരുന്നു. ഈ പശു ഇവിടെ നിന്ന് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ കെട്ടുന്ന ആളുമില്ല. അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ ഫ്രെയിമിൽ വരേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും മാറ്റണേ, ആരും പിടിച്ച് മാറ്റും, വേറെ പശുക്കിൻ്റെ ആൾ വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാകും നമ്മൾ പിടിച്ച് മാറ്റിയാൽ. അപ്പോൾ നമ്മുടെ ആർട്ടിൻ്റെ ആരോ ലൈറ്റിൻ്റെ ആരോ ആർട്ടിൻ്റെ ആരോ ആണ്, അവർ പറഞ്ഞു ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സാർ, ഇത് പിടിച്ച് അങ്ങോട്ട് മാറ്റി കെട്ടിക്കോളാം. ഈ കെട്ടഴിച്ചതും ഈ പശു ഒരു പോക്ക് പോയി, ഓടി. അപ്പോൾ ഇയാൾ വീണ ഇയാള് സ്ലിപ്പ് ചെയ്തൊരു പോക്ക് പോയി. അപ്പോൾ ഈ മണി ഇവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്, സ്ലിപ്പ് ചെയ്ത് പോയി കണ്ടു. അവൻ പറഞ്ഞു സാറേ ഞാൻ ഇത് എന്തെങ്കിലും ചവിട്ടി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്ലിപ്പ് ചെയ്ത് പോയിക്കോളാം, കത്തിയായിട്ട് ഇങ്ങനെ പോയിക്കോളാം പറഞ്ഞു. അവിടെ വീണ് കഴിഞ്ഞാൽ അങ്ങ് പോയിക്കോളൂ. അപ്പൊ അത് നല്ല സംഭവമായി. പിന്നെ അവൻ അങ്ങോട്ട് ഇളകിയപ്പോ അവൻ ആ വീഴ്ചയിൽ നിന്ന് ഒരു അടിയൊക്കെ അടിച്ച് അവൻ അങ്ങ് വയലൻസ് ആയി. ഞാൻ പിന്നെ അത് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നല്ല രസത്തിൽ അവൻ അലറി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ മണി അങ്ങ് ചെയ്യാൻ വിട്ടുകൊടുത്താൽ അവൻ മനോഹരമായിട്ട് ചെയ്യുന്നറിയാം. പെർഫോമൻസ് ചില സാധനങ്ങൾ വിട്ടുകൊടുക്കാം, അപ്പോഴേ അവരെ ആ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പൊ പില്ലറാണെങ്കിൽ പില്ലറിലൊക്കെ അടിച്ച് അങ്ങനെ ചെയ്യത്തില്ലേ, അത് ദേഷ്യം എവിടെ കൊണ്ട് തീർക്കണമെന്നറിയാതെ അങ്ങനെ ചെയ്തതാണ്. അത് നമ്മൾ പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല, ഇത് മാത്രം നമ്മൾ ലൈവിൽ കണ്ടതുകൊണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞു. ഈ മണിച്ചേട്ടൻ്റെ ഓർമ്മ എനിക്ക് തോന്നുന്നു ഇപ്പൊ സംസാരിക്കുന്നതിന് നമുക്ക് ഈ ആർട്ടിസ്റ്റുകളെ ഈ പലരെയും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടല്ലോ. സിൽവർ സ്ക്രീനിൽ ഈ മേക്കേഴ്സും സ്റ്റാറുകളും വണ്ടേഴ്സ് കാണിക്കുന്ന പോലെ തന്നെ ഈ ക്യാരക്ടർ ആക്ടേഴ്സ്, സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ട് നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കിന്നില്ലേ. നമ്മൾ വെല്ലേട്ടൻ തന്നെ ഇപ്പൊ നമ്മൾ റിലീസ് സമയത്ത് ആലോചിക്കുമ്പോൾ അതിൽ എത്ര പേരുണ്ടെന്നുള്ളൊരു ചോദ്യമാണല്ലോ. ഈ ശരിക്കും മിസ് ചെയ്യണ്ടോ ഇവരെല്ലാ സ്ക്രീനിലും? 100%. എന്നുപോലെ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എഴുത്തുകാർക്കാണ് ഈ പ്രശ്നം വന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളെ എഴുതുമ്പോൾ ഈ ക്യാരക്ടർ അവിടെ ഷോൾഡറിൽ പറ്റുമോ എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. അപ്പോൾ ഇന്ന ആൾക്കാരെ നമ്മുടെ അറിയാം, അവരുടെ മാനറിസം എന്താണ്, അവരിങ്ങനെ കൊടുത്താൽ ഇങ്ങനെ ചെയ്യാം, അവരുടെ സെറ്റപ്പോ ഗെറ്റപ്പോ മാറ്റി ഇങ്ങനെ ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അവർ ഓക്കെയാണ്. ഇന്ന് നമ്മൾ 2-3 പ്രാവശ്യം ആലോചിക്കാതെ എങ്ങനെയാണ് ഇവർക്ക് ഉണ്ടാവില്ല, അത് ചെയ്യാൻ പറ്റുമോ? ഇന്നും ഇപ്പൊ വളർന്നു വരുന്നതിൽ കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ ആ സ്പേസ് വേക്കൻ്റാണ്. ഇപ്പൊ തിലകേട്ടന്റെ പോലത്തെ ഒരാളിനെ കിട്ടത്തേയില്ല. ഇനിയൊരു നരസിംഹ ആലോചിക്കുമ്പോൾ അവിടെ അച്ഛനായിട്ടായിരുന്നു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ്. പിന്നെ എന്നോ വർഗീസ് സാർ എന്ത് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ സിനിമയല്ല, അദ്ദേഹം ചെയ്യുന്ന പെർഫോമൻസിൽ ആ സ്പേസ് ഭീകരമല്ലേ. പിന്നെ മണി ഔട്ട് ആൻഡ് ഔട്ട് പെർഫോമൻസ് ആണ്. അയ്യോ, അയാൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, പാടില്ലാത്തതായിരുന്നു. ശരിക്ക് സിനിമയിലുള്ള അപ്ഡേഷൻ എന്നുള്ളത്
ഇപ്പോൾ മറ്റു സിനിമകൾ കാണുന്നത്, മറ്റു ഭാഷകളുടെ സിനിമകൾ കാണുന്നത്, സ്വന്തം ഇൻഡസ്ട്രിയിലെ സിനിമകൾ കാണുന്നത്, അതൊക്കെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന, സിനിമയിൽ എന്ന് അപ്ഡേറ്റഡ് ആയിരിക്കുക, അതൊരു പ്രാക്ടീസ് ആണോ? അതാണ്. അത് കാരണം ഇപ്പോൾ ഈ പണി കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പോൾ തന്നെ ജോജുവിനെ വിളിച്ച് പറഞ്ഞു, അതിന് ആർട്ടിസ്റ്റ് പെർഫോമൻസ് ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് പറഞ്ഞു. എന്നാൽ നമ്മളെ മനസ്സിൽ കൊണ്ട പടമാണ്. അപ്പോൾ അത് അവരുടെ അപ്രിസിയേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളാണ്. എവിടെ നല്ലതെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ അപ്രിസിയേഷൻ കൊടുക്കും. ആദ്യത്തെ ദിവസം ഞാൻ കണ്ടു അപ്പം തന്നെ വിളിച്ച് പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ പുതിയൊരു രീതിയിലാണ് ആ റിവെഞ്ച് ആൾ ചെയ്തിരിക്കുന്നത്. തീം പഴയതായിരിക്കാം, പക്ഷേ ആ എടുത്തിരിക്കുന്ന രീതി നമ്മൾ ഈ ഏകലവ്യം പറഞ്ഞ പോലെ. അതെ അതെ അതൊക്കെ ഇഷ്ടമാണ്. ശരിക്കും ഈ വെള്ളിയേട്ടൻ റിലീസ് ചെയ്ത ദിവസം അന്നത്തെ ഒരു ഫസ്റ്റ് ഡേ റെസ്പോൺസ് എന്തായിരുന്നു? അന്നത്തെ ഒരു ഓഗസ്റ്റ് 31 അല്ലേ? അതെ, 2000 തിരുവോണത്തിന്. അതെ അതെ അതെ. അത് പിന്നെ അത് ഓളം എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഭീകര തിരുവോണത്തിൽ നിന്നൊക്കെ പിന്നെ അത് ഭീകര ഓളമല്ലേ. പിന്നെ മമ്മൂക്കാരുടെ ഫാൻസും എല്ലാവരും കൂടെ ചേർന്നത് ഏറ്റെടുത്താണ് സിനിമ. അത് നമുക്ക് തന്നെ അത് പറയാൻ വയ്യ, അങ്ങനെ അങ്ങ് ഓളമായി. ഫസ്റ്റ് ഫോൺ കോൾ എന്തായിരുന്നു? ഫസ്റ്റ് കിട്ടിയ റെസ്പോൺസ് എന്താണ്? അത് അറിയാലോ, തൂത്ത് വാരിക്കട എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു പറയുന്നത്. ആരെ വിളിച്ചത്? അന്ന് രഞ്ജി വിളിച്ചു, ബൈജു വിളിച്ചു, എല്ലാവരും വിളിച്ചു. പടപടപടാ കോൾസ് വന്നോണ്ടിരിക്കുകയായിരുന്നു. തിയേറ്റേഴ്സുകാരൊക്കെ വിളിച്ചു. ചില തിയേറ്റേഴ്സ് തിരുവോണമല്ലേ, അവർക്കൊരു 5 ഷോ 6 ഷോ ഇടാൻ പറ്റുന്നില്ല, ലെങ്ത് കൂടിയിട്ട്. വെളുപ്പാനാവിലാവും. പിന്നെ അടുത്ത ദിവസം ഇത് പോകും. അപ്പൊ അവരോട് വിളിച്ചു, സാറേ ഒന്ന് ലെങ്ത് കുറയ്ക്കാൻ വല്ല മാർഗമുണ്ട്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആവശ്യമുള്ള കുറച്ചോളൂ, അല്ലാതെ എഡിറ്റ് ചെയ്തോളൂ, അല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇത്രയും കാലം കഴിഞ്ഞ് ഇനി വെള്ളിയേട്ടൻ വരുന്നു. വെള്ളിയേട്ടനിലെ ഈ പറഞ്ഞ റീ റിലീസ്, 4K, പുതിയ ടെക്നോളജി, സൗണ്ട്, വിഷ്വൽ ഇതൊക്കെ മാറി ഇന്നത്തെ സിനിമയായിട്ടാണല്ലോ വെള്ളിയേട്ടൻ വരുന്നത്. ആ സമയത്ത് ഷാജി കൈലാസ് എന്ന മേക്കർ, ഒരു സിനിമ ആസ്വാദകൻ, വെള്ളിയേട്ടൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടത് അല്ലെങ്കിൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു സീക്വൻസ് എന്തായിരിക്കും? അല്ല, ഇത് ഇത് എല്ലാ സീക്വൻസും ബെസ്റ്റാണ്. ബട്ട് ഈ ശോഭന വരുന്ന സീനില്ലേ, മഴയത്ത് അതല്ല, ഈ വീട്ടിലേക്ക് തിരിച്ചു കയറി വരുന്നത്, അതെങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാൻ വയ്യാതെ ഇതാണ് ഒരു വല്ലാത്തൊരു സീക്വൻസ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ കഥ പറയുന്ന പോലെ ചെയ്യാം. ഇതൊരു കണക്റ്റാണ്. 4 പേർക്ക് അറിയത്തില്ല, ഇത് ഇയാളെ അറിയാം, എന്തിനോട് വന്നു, അവര് നമ്മളുടെ മനസ്സുകൊണ്ട് അറിയാം ഇയാൾ കെട്ടിയ പെണ്ണാണ്, പക്ഷെ മറ്റുള്ളവർക്ക് അറിയത്തില്ല. അവരുടെ ആ റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് ആ സീക്വൻസ് എടുക്കാൻ നല്ല രസമായിരുന്നു. മമ്മൂക്കയുടെ റിയാക്ഷൻ ഭയങ്കര രസമാണല്ലോ. അത് ശരിക്കും മീമാണ് അങ്ങനെ. അപ്പൊ വെള്ളിയേട്ടൻ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ട് ഇനിയും പുതിയ സിനിമകളും പുതിയ ഈ പറഞ്ഞ പോലെ സർവൈവൽ, വീണ്ടും ആക്ഷനും ത്രില്ലറും എല്ലാം ആയിട്ട് നിറഞ്ഞു നിൽക്കട്ടെ ഷാജി കൈലാസ്. താങ്ക് യു വെരി മച്ച്.